നമസ്കാരം. ഞാൻ ഡോക്ടർ CP സുരേഷ്, ചീഫ് ഫിസിഷ്യൻ, CP ആയുർവേദ ഹോസ്പിറ്റൽ, നേരോ. മാറ്റപ്പെട്ട ഊർജം അഥവാ ആൾട്ടേർഡ് എനർജി എന്നർത്ഥം വരുന്ന എലോസ്, എർഗോസ് എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് അലർജി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും വസ്തുക്കളോടോ അവസ്ഥകളോടോ ഉള്ള ശരീരത്തിൻ്റെ അസാധാരണമായ പ്രതികരണത്തെ ആണ് അലർജി എന്ന് വിളിക്കുന്നത്. ഒരുതരം ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അലർജിക്ക് കാരണമാകുന്ന വസ്തുക്കളെ അലർജൻസ് എന്നാണ് വിളിക്കുന്നത്. ഇത് ഇൻഡോർ അലർജനും ഔട്ട്ഡോർ അലർജനും ഉണ്ട്. ഇൻഡോർ അലർജൻ ഉദാഹരണമാണ് വീട്ടിലെ പൊടികൾ, പൂപ്പൽ, അതുപോലെ വളർത്തുമൃഗങ്ങളുടെ രോമം, കോസ്മെറ്റിക്. ഇതൊക്കെ ഇൻഡോർ അലർജനാണ്. ജോലിസ്ഥലത്തെ പൊടി, പൂമ്പൊടി ഇവയൊക്കെ ഔട്ട്ഡോർ അലർജനാണ്. ഭക്ഷണം മൂലം ഭക്ഷണ അലർജിയും മരുന്നുകൾ മൂലം മരുന്ന് അലർജിയും ഉണ്ടാകാം. ഭക്ഷണം കാരണം അലർജി ഉണ്ടാകുമ്പോൾ അലർജി കാണിക്കുന്നത് ദഹനേന്ദ്രിയവും തൊലിയുമായിരിക്കും. തൊലിയിലുള്ള അലർജി ചൊറിച്ചിലും ചോർന്നടിക്കലുമായിട്ട് പ്രത്യക്ഷപ്പെടും. ദഹനേന്ദ്രിയത്തിലുള്ളതാണെങ്കിൽ വയറുവേദന, തൊണ്ടവീക്കം, ഓക്കാനം, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളായിരിക്കും കാണിക്കുക. പല പ്രാണികളും കടിക്കുമ്പോൾ അലർജി സുപരിചിതമാണല്ലോ. ഇവ കടിക്കുമ്പോൾ ശരീരത്തിലെത്തുന്ന ഹിസ്റ്റമിൻസും പലതരം കെമിക്കലും ദേഹത്ത് അലർജി ഉണ്ടാക്കുന്നു. സാധാരണ ചൊറിച്ചൽ മുതൽ രക്തസമ്മർദ്ദം കുറയുക, അതുപോലെ ശ്വാസമുട്ടുണ്ടാവുക, അങ്ങനെ ഷോക്ക്, അനഫൈലറ്റിക് ഷോക്ക് എന്ന് വിളിപ്പിക്കുന്ന അപകടകരമായ അവസ്ഥ വരെ അലർജി എത്തിച്ചേക്കാം. പല മരുന്നുകളും ആളുകളിൽ അലർജി ഉണ്ടാക്കും. എല്ലാവർക്കും എല്ലാ മരുന്നും പിടിക്കണമെന്നില്ല. ഇതിൻ്റെ പ്രധാന ഉദാഹരണമാണ് പെൻസിലിൻ വർഗത്തിൽപ്പെട്ട മരുന്നുകൾ. ചിലർക്ക് ഒരു ടെസ്റ്റ് ഡോസ് പോലും നേരത്തെ പറയുന്ന ഷോക്ക് എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാം. അലർജി ബാധിക്കുന്ന ശരീരഭാഗത്തിനനുസരിച്ചിട്ട് ഇത് പല പേരിലും അറിയപ്പെടും. മൂക്കിനെയും സൈനസിനെയും ബാധിച്ചിട്ടുള്ള അലർജിയാണെങ്കിൽ തുമ്മൽ, ജലദോഷം പോലുള്ള അസ്വസ്ഥതകളാണ് ഉണ്ടാക്കുക. ഇതിന് അലർജിക് റൈനൈറ്റിസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൂടെ കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട ഇവിടെ ചൊറിച്ചിലും കഫവും ഒക്കെ ഉണ്ടാകും. ഈ അവസ്ഥ കൂടിക്കഴിഞ്ഞാൽ പനിയുണ്ടാകും. ഇതിന് ഹേ ഫീവർ എന്നാണ് വിളിക്കുന്നത്. അലർജി ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടാക്കുമ്പോൾ ശ്വാസകോശം ചുരുങ്ങുകയും ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയും ചെയ്യും. ഇതിന് ആസ്മ എന്ന് വിളിക്കുന്നു. തൊലിപ്പുറത്ത് അലർജി ഉണ്ടാക്കുമ്പോൾ ചൊറിച്ചിലും ചുവന്നടിക്കലുമാണ് ലക്ഷണം. ഇതിനെ ഹൈവ്സ് എന്ന് വിളിക്കുന്നു. ശരീരമാകെ അലർജി ഉണ്ടാകുമ്പോൾ അത് ഷോക്ക് എന്ന അവസ്ഥയിൽ എത്തിച്ചേരും. ഇതിൻ്റെ പ്രധാന കാരണം രക്തസമ്മർദ്ദം താകുന്നതും ശ്വാസകോശത്തിൽ അടഞ്ഞ് ശ്വാസമുട്ട് അനുഭവപ്പെടുന്നതാണ്. ഈ അവസ്ഥ വളരെ അപകടകരമായ അവസ്ഥയാണ്. ഈ കടന്നലിൻ്റെ കുത്ത്, പലതരം തേനീച്ചകളുടെ കുത്ത്, പലതരം ഉറുമ്പുകൾ, പാമ്പ്, തേള് ഇവയുടെ കടി, ഇവയൊക്കെ എത്രയും പെട്ടെന്ന് ചികിത്സാ സഹായം കിട്ടിയില്ലെങ്കിൽ ചിലർക്ക് മരണം വരെ സംഭവിക്കുന്ന അവസ്ഥകളാണ്. ആയുർവേദത്തിൽ പല അധ്യായങ്ങളിലായിട്ടാണ് ഈ അലർജികളെ പറഞ്ഞിരിക്കുന്നത്. ഈ മൂക്കിനെയും സൈനസിനെയും ബാധിക്കുന്ന അലർജിയെ പീനസം, പ്രതിശ്യായം എന്നീ പേരിൽ പറയുന്നു. അതിൻ്റെ ചികിത്സകളും പറയുന്നു. ശ്വാസകോശത്തെ ബാധിക്കുന്ന ആസ്മയെപ്പറ്റി പറയുന്നത് തമകശ്വാസം എന്ന വിഭാഗത്തിൽപ്പെടുത്തിയാണ്. അതിൻ്റെ ചികിത്സയും അവിടെ തന്നെ പറയുന്നുണ്ട്. ചൊറിച്ചലും ചുവന്നടിക്കലും ഇതൊക്കെ പറയുന്നത് ശീതപിത്തം, ഉദർദം, കോടം എന്നീ 3 അവസ്ഥകളിലാണ് പറയുന്നത്. ഇതിലൊക്കെ ആയുർവേദത്തിൽ പറയുന്ന വാതദോഷത്തിൻ്റെ ആധിപത്യമാണ്. കൂടെ കഫമാണ് കൂടുതലും ബുദ്ധിമുട്ടുണ്ടാക്കുക, കൂടെ പിത്തവും. ചിലർക്ക് ഈ വാതവും പിത്തവും കഫവും കൂടി ബുദ്ധിമുട്ടാക്കുമ്പോഴാണ് ഇത് നീണ്ടു പോകുന്നത്. അതിൻ്റെ ചികിത്സയും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഈ ഷോക്ക് എന്ന വിഭാഗത്തിൽപ്പെടുത്തി പറയുന്ന ഈ പാമ്പ്, അതുപോലെ തേള്, ഇതിൻ്റെയൊക്കെ കടികളെപ്പറ്റി പറയുന്നത് വിഷചികിത്സാ വിഭാഗത്തിലാണ്. വിഷചികിത്സയിലും അതിൻ്റെ ചികിത്സകൾ പറഞ്ഞിട്ടുണ്ട്. പൊതുവെ അലർജിക് റൈനൈറ്റിസിൽ നമ്മൾ സാധാരണ കഫം കുറയുന്ന പല ഔഷധങ്ങളുണ്ട്. അതുപയോഗിച്ചാൽ അതിന് വളരെ ആശ്വാസം കിട്ടും. ചൊറിഞ്ഞ് തടിക്കുന്ന അസുഖത്തിന് ആയുർവേദത്തിൽ വിരേചനം വളരെ നല്ല ചികിത്സയാണ്. കൂടെ രക്തം ശുദ്ധീകരിക്കുവാനുള്ള ചികിത്സകളുണ്ട്. അതും വളരെ ഗുണപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. ആസ്മ എന്ന അവസ്ഥയിൽ ഈ ദശമൂലവും അതുപോലെ പഞ്ചകോലം, ത്രികടു ഇതൊക്കെ ചേരുന്ന ഔഷധങ്ങൾ വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ അലർജിയുടെ ആദ്യം തന്നെ വളരെ ശ്രദ്ധയോടെ ആയുർവേദ ചികിത്സ ചെയ്താൽ നമുക്കത് മറ്റൊരു തലത്തിലേക്ക് എത്താതെ രക്ഷപ്പെടും. ഇനി അഥവാ ഈ മരുന്നുകൾക്ക് തന്നെ ശക്തമായ അലർജി ഉള്ളവരാണെങ്കിൽ ആ അലർജിയുടെ തോത് കുറക്കാനെങ്കിലും നമ്മുടെ ചികിത്സ ഉപകരിക്കും. ഇങ്ങനെ തുടക്കത്തിൽ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് അലർജിയെ നിയന്ത്രണവിധമാക്കി കൊണ്ടുവരാൻ പറ്റും.